ശ്രീകൃഷ്ണഗാഥ പാരായണം 29-ാം ദിവസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇന്നീരാ തന്നൂരിൽ പുഞ്ചിരിയായൊരു ചന്ദ്രികമയിൽ പാരത്തയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേ കാട്ടുകൊള്ളുവാൻ. വാഴ്ത്തുവാൻ ഒത്തു നിന്നിടുവൻ ആർത്തിയെ തീർത്തു തുണയ്ക്കേണമേ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശബരവധമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. സമന്തം ആണ് ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം. ഓം ശ്രീകൃഷ്ണായ നമഃ. കാർമൂകൈ വർണ്ണന്തൻ കാമിനിമാരുമായി കാമവിനോദത്തിൽ വന്നിറങ്ങി ചാലനീരെന്നുള്ള ലീലകളാണ്ടുതൻ ആലയം തന്നീലേറുകാലം പാണ്ഡവരെല്ലാരും എന്തുപോയെന്നോരു വാഴ്മൊഴി കേട്ടിട്ടു രാമനുമായി വേഗമീയെന്നോരു ശരീരമായിട്ടു നാഗപൂരത്തിനു പോയ ശേഷം ദുഷ്ടമനായുള്ളോരസദന്മാവും കസ്മലരായവർ ചൊല്ലിനാലേ സത്രാജിത്താകുന്ന മന്നവൻ തന്നെ പോയി നിദ്രയിൽ കൊള്ളുമ്പോൾ കൊന്നു. പിന്നെ രത്നവും കൊണ്ടു മടങ്ങിനാണം നേരം പുത്രിയായുള്ളൊരു സത്യഭാമ കേശവൻ പോയോരു ദേശത്തു ചെന്നിട്ടു കേണുകൊണ്ടെല്ലാമേ ചൊല്ലി നിന്നാൾ. പാരാതെ പോനിങ്ങു കേശവരാമന്മാർ ആരാഞ്ഞു നിന്നാരാ കവി തന്നെ കൊല്ലുവാനുണ്ടെന്നെ പിന്നാലെ വന്നൂതെ ഉള്ളിലറിഞ്ഞവരമാണിയും ഗാന്ധിനി നന്ദനൻ കയ്യിലെ നൽകിയിട്ടു മാന്യമാകുന്നോരു രാജീനേലേ പാഞ്ഞു തുടങ്ങിനാൻ കണ്ണനും രാമനും പാഞ്ഞു തുടങ്ങിനാൻ പായുന്ന നേരത്തെ
വരുത്തിന കേശവൻ താൻ രത്നത്തെ കാണാഞ്ഞു തെറ്റെന്നു പോന്നുവൻ അഗ്രജൻ തന്നോടു ചൊന്നാം പിന്നെ ദുഷ്ടനെ കൊന്നിട്ടു രത്നമോ കണ്ടില്ല ഒട്ടനായി പോയി ഞാൻ എന്നിങ്ങനെ അഗ്രജൻ താനോതു കേട്ടൊരു നേരത്തു വ്യഗ്രനായി ചിന്തിച്ചു നിന്നു ചൊന്നാൻ നിശ്ചലനായൊരു ബന്ധുവിൻ കയ്യില് നിക്ഷേപിച്ചിടിനാൻ എന്നു വന്നു ആരിലെന്നുള്ളതു പാരാതെ ചെന്നു നീ ആരാഞ്ഞു കാണുക നീ എന്നു ചൊല്ലി മൈഥിലനായൊരു മന്നവൻ തന്നോട് മന്ദിരം പൂകിനാൻ കാലന്നേരം വാരിജലോചനൻ താനും അന്നേരത്തു പാരാതെ വന്നിങ്ങു മന്ദിരത്തിൽ വേദനായുള്ളൊരു മന്നവൻ തന്നോട് നൂതനമായുള്ള കർമ്മങ്ങളെ ചെയ്യിച്ചാൻ തന്നോട് തയ്യലായുള്ളൊരു മയ്യേലും കണ്ണിയെ കൊണ്ടല്ലാമേ അക്രൂരൻ പേടിച്ച ദിക്കിനെ കൈവിട്ടി അക്കാലം പോയിക്കൊണ്ടാൻ അങ്ങെങ്ങാനും യുക്തികളോരോന്ന് ചെയ്തു തുടങ്ങിനാൾ ഒട്ടുനാളങ്ങനെ ചെന്നുതായി രത്നത്തെ കാണാനിട്ടത്തൽ തുടങ്ങിയതു മറ്റുള്ളവർക്കെല്ലാവർക്കും എന്ന നേരം കൊണ്ടല്ലേ വർണ്ണെന്താൻ ഗാന്ധിനി സൂനുവെ തെണ്ടി വീഴിപ്പിച്ചു കൊണ്ടുവന്നാൻ അഗ്രജൻ മുമ്പായ യാദവന്മാരും അക്ഷണം വന്നൊത്തുകൂടി തന്നോടു ചൊല്ലിനാൻ അന്നേരം അച്യുതനെല്ലാരും കേൾക്കും വണ്ണം ഉത്തമമായുള്ള രത്നത്തെ കാണാൻ തക്കലുണ്ടുള്ളത്തിൽ ഞങ്ങൾക്കെന്നാൽ നിങ്ങൾ